ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ ലോറി സ്കെച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇഫ്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിൽ 3 കാര്യങ്ങളുണ്ട് കേട്ടോ, 3 സന്തോഷമുണ്ട്. ഒന്നാമത്തത് ഇഫ്താർ എന്നുള്ളത് തന്നെയാണ്. നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നരകമോചനത്തിനൊക്കെ ഇതാവുന്നൊരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്തത് റമദാൻ കഴിയാൻ വേണ്ടി പോവാണ്, അതല്ല സന്തോഷം. അതുപോലെ എൻ്റെ ലീവും കഴിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ എയർപോർട്ടൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് കയ്യിലോട് കൂടി പോകണം. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വിരുന്നും കൂടിയാണ്. മൂന്നാമത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ പേരിൽ ഒരു മൗലൂദും കൂടിയുണ്ട്. അപ്പോൾ അതിനും കൂടി പങ്കെടുക്കാൻ പറ്റിയ 3 കൂടി ഒരു ഇഫ്താറാണ് ഇന്നത്തെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ എല്ലാ ബാക്കിൽ കാണുന്ന ഇളനീരുകൾ, പുളിയില്ല, പുളിവിടെ ഇതെല്ലാം നമുക്ക് മിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മൾ വിദേശത്ത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ക്ഷണിക്കപ്പെട്ട വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. നമ്മുടെ റോഡൊക്കെ ഭയങ്കര മോശമാണ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ റോഡ് ഉഷാറാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ റോഡ് മോശമാണ്. 2 ദിവസം മുമ്പ് ലുലു മാൾ പാലക്കാട് നടക്കുമ്പോൾ അപ്പോൾ അവിടെയൊക്കെ റോഡ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഡിസ്കും കാര്യങ്ങളൊക്കെ രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും റോട്ടിൽ കൂടെ പോയിട്ട് തന്നെ വയ്യാണ്, പണിയൊന്നും എടുക്കണ്ട, അത്രയും പ്രയാസമാണ്. എന്തായാലും ഈ റോഡ് നമുക്ക് എപ്പോഴും ഇനി ഇൻഷാ അല്ലാഹ് പരിചയപ്പെടേണ്ട റോഡാണ്. ഞാൻ ഡെയിലി ഈ റോട്ടിലേക്കൂടെയൊക്കെ പോകേണ്ടതാണ്. അങ്ങനെ നമ്മൾ വിളിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ നോമ്പ് തുറക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പോൾ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി അതിൻ്റെ പണിയിലായിരുന്നു. അപ്പോൾ അപ്പുറത്ത് കറി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ദാണ് അനിയൻ, അവനാണ് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത്. അവൻ്റെ വൈഫിൻ്റെ വീടും കൂടിയാണ്. അപ്പോൾ അതിലേക്ക് പാലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറേ വീഡിയോ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടിയിട്ട് എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ എൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കണത് ഞാനാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് കുളമായി മാത്രമല്ല ഞാനെന്തി തൊട്ടാ പ്രശ്നം. പിന്നെ അസർ ബാങ്ക് കൊടുത്തു. അപ്പോൾ നേരെ നമ്മൾ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് അസംസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കഞ്ഞി മേടിച്ചിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പോയി നമ്മുടെ റമദാൻ മാസത്തിൽ പ്രത്യേകം ഉണ്ടാകുന്ന റമദാൻ കഞ്ഞി, നോമ്പ് കഞ്ഞി, ജീരക കഞ്ഞി എന്നൊക്കെ അതിന് പേരുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് നോക്കി എല്ലാവരും ഒന്ന് അങ്ങനെ പരിചയപ്പെട്ട് സംസാരിച്ച് വന്നു. പിന്നെ നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പറഞ്ഞു. അപ്പോൾ അവിടെ നെയ്ച്ചോറിൻ്റെ തുടക്കം മാത്രം നമ്മളൊന്ന് ഇതാക്കി വെച്ചു. പിന്നെ മൗലൂദ് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിലേക്ക് കടന്നു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലൂദ് കയ്യിലും നമുക്ക് നോമ്പെടുക്കേണ്ട സമയം കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കാൻ വേണ്ടി തീരുമാനിച്ചു. മുഹബത്ത് കാ സർബത്തും പിന്നെ നമ്മൾ മെയിൻറ്റ് കലക്കിയ വെള്ളവും സമൂസ, പിന്നെ നോമ്പിൻ്റെ സ്പെഷ്യലാണല്ലോ സമൂസ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചു. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ അങ്ങനെ ഒരാളും എല്ലാം നോമ്പ് ഇറക്കുന്നുണ്ട്, ആരും കാണാണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളവിടെ എത്തി. പിന്നെ നമ്മുടെ ഉമ്മമാരൊക്കെ ഒരു സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സാധനം എത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് നമ്മളായതുകൊണ്ട് എല്ലാവർക്കും എന്തായാലും എത്തും. പിന്നെ നമ്മളെ കുട്ടീസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാരും എല്ലാവരും ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഉമ്മറപ്പടിയിൽ നമ്മളൊരു ഗ്യാങ് 4 ആൾ അവിടെ സെറ്റായിരിക്കുന്നുണ്ട്. ഒരാളും കൂടി ഉണ്ടായിരുന്നു, വിളിച്ചു. പക്ഷെ അവന് ജോലി കഴിഞ്ഞ് എത്താൻ വൈകിയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ നോക്കണം, നമ്മൾ മാത്രം സമൂസ ഒന്ന് തിന്നാൻ പോലും പറ്റാണ്ടിരിക്കുമ്പോൾ ഇവർ 3 ആൾ 3 സമൂസ വെച്ചാണ് അലക്കിയിട്ടുള്ളത്. നമ്മുടെ സമൂസ ഇപ്പോഴും അനങ്ങിയിട്ടില്ല. നിങ്ങളതൊന്ന് മനസ്സിലാക്കണം, എന്ത് മനുഷ്യന്മാരാണല്ലേ. പിന്നെ നമ്മൾ നേരെ നോമ്പ് തുറന്നപ്പോൾ നേരെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയി. അപ്പോൾ അവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ പള്ളിയിലേക്ക് കയറി. AC പള്ളിയാണ് ഉള്ള ഏരിയയിൽ. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളവിടെ എത്തിലും ഇഖാമത്ത് കൊടുത്തു. അപ്പോൾ വേഗം നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബാക്കി നമ്മുടെ പരിപാടികളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിക്കണം, നിസ്കരിച്ചവൻ്റെ ഒപ്പം കഴിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും അവിടെ നമുക്ക് പത്തിരി, പൊറോട്ട, പിന്നെ ചിക്കൻ കറി, പിന്നെ ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ലൊരു സലാഡ് ഉണ്ടായിരുന്നു. നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കരുതിയാണ്. എന്നാൽ നമ്മളൊരു പൊറോട്ടയും ചിക്കൻ കറിയും സലാഡും വെച്ചു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഒരു പൊറോട്ട കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്ച്ചോറുണ്ടായിരുന്നു, നല്ല പൂ പോലത്തെ നെയ്ച്ചോറ്. അതോട് കുറച്ച് ഒരു 3 കയ്യിലെ നമുക്ക്, കാരണം വയറെന്നറിയും. അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂട് ചായയും കിട്ടി. ചായയും കൂടി കുടിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തായി. അപ്പോൾ നമ്മുടെ വിരുന്നും മൗലൂദും ഇഫ്താറൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പോകണം. ഇവിടെയൊക്കെ ദുആയിൽ ഉണ്ടാവണം. അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ
തീരട്ടെ, എല്ലാവർക്കും സന്തോഷമാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് നൈറ്റ്.